ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് മലേഷ്യയിലുള്ള ഒരു സെക്കൻഡ് ഡേയുടെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ മലേഷ്യക്ക് പോയിട്ട് വന്ന് കഴിഞ്ഞ് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല കേട്ടോ. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾക്ക് മലേഷ്യയിൽ പോയാൽ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാം അപ്പാർട്ട് ഫ്രം നമ്മുടെ ഈ ട്രാവൽ പാക്കേജിൽ പുറമേ എന്തൊക്കെ ചെയ്യാം എന്നായിരുന്നു അതിൽ. ഞങ്ങളിപ്പോൾ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എല്ലാവരും റൈസാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല. എല്ലാവരും റൈസും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻസും ഏതാണ്ടൊക്കെ ചേർത്തുള്ള റൈസാണ്. ചിക്കൻ ഉണ്ടായിരുന്നു എന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ റൈസും കാര്യങ്ങളും എല്ലാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളതാണ് കഴിച്ചത്, മോനും അതാണ് കഴിച്ചത്. ഒരുപാട് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല, പക്ഷേ ഉള്ളത് നല്ല ടേസ്റ്റുള്ള ഇതായിരുന്നു. ഞങ്ങൾ അവിടുന്ന് സെക്കൻഡ് ഇതൊക്കെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളാട്ടോ. ഇത് അവിടുത്തെ രാജകുടുംബങ്ങളിൽ ഉള്ള ആൾ താമസിക്കുന്ന സ്ഥലമാണ്. അവർ 9 പേരുണ്ടെന്നാണ് പറഞ്ഞത്, 9 സ്റ്റേറ്റിലുള്ള ആൾക്കാർ. അപ്പം ഞങ്ങളോട് ഗൈഡ് പറഞ്ഞത് 5 വർഷം ഒരാൾ താമസിക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ അകത്ത് കിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കിങ്ങും ഫാമിലി ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. നല്ലൊരു സ്ഥലം. എല്ലാവരും വന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. നമുക്ക് കാണാം ഒരു പറ്റിയൊരു സ്ഥലമാണ്. അവിടെ കുതിരയൊക്കെ ഉണ്ട് കാവലിന്. പിന്നെ അവരെ സമ്മതിക്കണം കേട്ടോ, വാച്ച്മാനൊക്കെ അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ അങ്ങനെ, വെയിലുമാണ്, നല്ല ചൂടുമുണ്ട്. നമുക്ക് കുഴപ്പമില്ല, നമ്മൾ വന്ന് കണ്ടുപോവാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയ ഫ്രീഡം സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു. ഇതും പാക്കേജിൽ ഉൾപ്പെടുത്തിയ ഒരു സ്ഥലമായിരുന്നു. എനിക്ക് കോൾഡ് ആയതുകൊണ്ടാണ് സ്വരം ഒരുമാതിരി ഇരിക്കുന്നത്. അപ്പം അതും നല്ലൊരു സ്ഥലമായിരുന്നു. ഇതും പാക്കേജിലുള്ള സ്ഥലമായിരുന്നു. ഇതും കണ്ടിരിക്കേണ്ടതാണ്. അവിടെ എന്തോ ഗൈഡ് പറഞ്ഞതനുസരിച്ച് എന്തോ അവരുടെ യുദ്ധത്തിൽ കുറേ പേര് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള അങ്ങനെ യുദ്ധത്തിൽ കുറേ പേര് മരിച്ച ഒരു സ്ഥലമാണെന്നാണ്. കുറേ സോൾജേഴ്സ്, അവരുടെ പേരൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ആ സോൾജേഴ്സിൻ്റെയൊക്കെ ഒരു സ്മാരകം പോലെ അവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊരു വശം കണ്ടിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞങ്ങൾ അത് ഫുള്ളും നല്ല വെയിലുണ്ട് കേട്ടോ. വെച്ചാൽ അവിടെ ഒരു ദിവസം മഴ, ഒരു ദിവസം വെയിൽ, അങ്ങനെയായിരുന്നു. ഞങ്ങൾ വന്ന് ഈ 4 ദിവസം അങ്ങനെയായിരുന്നു. സ്ഥിരമായിട്ടുള്ള ക്ലൈമറ്റ് എനിക്കറിയത്തില്ല, പക്ഷേ അവിടെ ഗൈഡ് പറഞ്ഞത് എല്ലാ ദിവസവും ഇങ്ങനെയാണെന്നാണ്. മഴയുള്ള ദിവസം വലിയ മഴയില്ല, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചാറ്റൽ പോലെയുണ്ട്. ഈ സ്ഥലവും വളരെ നല്ലതായിരുന്നു. ഇതാണ് സോൾജേഴ്സിൻ്റെ ഞാൻ പറഞ്ഞ സ്റ്റാച്ചു കേട്ടോ. അതും നല്ലതാട്ടോ. അതിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇവിടെ എത്തുമ്പോൾ നല്ലൊരു തണുപ്പ്. എന്താണെന്ന് അറിയില്ല, സിറ്റിക്ക് നടുക്കാണ്, പക്ഷേ ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ഇത്രയും വലിയൊരു സ്ഥലം ഇങ്ങനെ സിറ്റിക്ക് നടുക്ക് ഒരു ഫോറസ്റ്റ് ആംബിയൻസിൽ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ വന്നു. ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കായിരുന്നു. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ് മേടിച്ചു. പിന്നെ ഇവിടുത്തെ കുനാഫ ചോക്ലേറ്റ് ഒറിജിനലാണ്, നല്ലതാണെന്ന് പറഞ്ഞ് നമ്മളൊന്ന് മേടിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഒറിജിനൽ ചോക്ലേറ്റും ആ ടേസ്റ്റ് നല്ല ഒരിതുണ്ട്, സ്മെല്ലും ഇതും. സോ ഇതാണ് പുറത്തെ വീഡിയോ അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. ലീക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് കയറി. വെർത്താട്ടോ, കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും നല്ല ചോക്ലേറ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് ചോക്ലേറ്റിന്. അപ്പം ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചു. ആൽമണ്ടിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ചോക്ലേറ്റ് മേടിച്ചു. ഇനിയിപ്പോൾ അതൊക്കെ കാറിലേക്ക് പോവുകയാണ്, അടുത്ത സ്ഥലത്തിലേക്ക് പോവുകയാണ് നമ്മൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാൻ പോയി. നല്ല ലഞ്ചായിരുന്നു. സെയിം റൈസ്, ചിക്കന്, അങ്ങനത്തെ ഉള്ള ഒരിതായിരുന്നു. ലീയും അതാണ് കഴിച്ചത്. അവിടുന്ന് അവനൊരു ടോയ് മേടിച്ചു. അത് അവൻ തുറക്കാനുള്ള ബഹളമാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് വണ്ടി കയറിയിട്ട് തുറക്കാം, അല്ലെങ്കിൽ അവിടുന്ന് അവനത് കളിച്ചോണ്ടേ വരുള്ളൂ. അപ്പോൾ അത് വെയിറ്റ് ചെയ്തുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾ ടോയ്സൊക്കെ മേടിച്ച് എന്തെങ്കിലും അവന് മേടിക്കുള്ളൂ എന്ന് ഓർത്ത് മേടിച്ചാണ്. അവൻ എങ്ങനെയും തുറക്കണം, അവന് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ കാറിൽ കയറി അതൊക്കെ ഓപ്പണാക്കി. അതും അവന് ഭയങ്കര സന്തോഷമായി. എല്ലാ ദിവസവും ടോയ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ. ഉള്ള വണ്ടി തന്നെയാണ്, എന്നാലും എല്ലാ ദിവസവും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആയിരുന്നു ഞങ്ങൾ അവിടുന്ന് നേരെ ഇപ്പം ഇനി കാണാൻ പോകുന്നതൊന്നും പാക്കേജിലുള്ളതല്ലായിരുന്നു കേട്ടോ. അപ്പം അന്നത്തെ ദിവസത്തെ പാക്കേജിൽ ഈ ഒരു വിസിറ്റിംഗ് സ്ഥലവും പിന്നെ ഒരു ഫോട്ടോ പ്ലേസ് ആയിരുന്നു, അത്രയും സ്ഥലമുള്ളായിരുന്നു. ഇത് ഞങ്ങളുടെ ഗൈഡാണ് ഞങ്ങൾക്ക് റെഫർ ചെയ്തത്. ഇപ്പം ആൾ ഞങ്ങളെ കൊണ്ടുപോയ സ്ഥലമാണ് അവിടെ. അപ്പം മൊത്തത്തിൽ ഞങ്ങൾക്ക് 600 റിങ്കറ്റ്സ് ആണ് അവിടുത്തേലായി. കാരണം വിത്ത് ഫുഡ് എല്ലാം കൂടെ ഞങ്ങളൊരു നൈറ്റ് ഒരു സീ ഫുഡ് നല്ലൊരു ഇതായിരുന്നു, അത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തവും കൂടെ 600 റിങ്കറ്റ്സ് ആണ് മലേഷ്യൻ മണി അവിടുത്തെ ആയത്. ഇത്
ഞങ്ങളവിടെ പോയി. ഇത് നല്ലൊരു സ്ഥലമായിരുന്നു, മങ്കീസിൻ്റെ സ്ഥലമായിരുന്നു. മങ്കി ഫീഡിങ് എന്നാണ് അതിൻ്റെ ഒരിത്. അപ്പം ഒരു 5 മണി കഴിയുമ്പോഴത്തേക്കും ഒരു അങ്കിൾ വന്നിട്ട് മങ്കീസിന് ഫുഡ് കൊടുക്കും. അപ്പോൾ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 300 മേളിൽ മങ്കീസ് ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടുന്ന് വീഡിയോയിൽ കാണാൻ പറ്റില്ല, മരത്തിൽ മൊത്തം മങ്കീസാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഞങ്ങൾ അപ്പോഴത്തേക്ക് ഒരു 4 മണി, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലം ഉണ്ടായതുകൊണ്ട് ഫുള്ള് കാണാൻ പറ്റിയില്ല. അതിൽ പതുക്കെ മങ്കീസ്, എനിക്ക് തോന്നുന്നു ഫുഡ് കഴിക്കാനുള്ള സമയം അറിയാൻ തോന്നുന്നു, പതുക്കെ ഓരോ മങ്കീസും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിലെ കൂടെയൊക്കെ ഉണ്ട് കേട്ടോ മങ്കീസ്, ആ റോട്ടിൽ കൂടെ മേളിൽ കൂടെ അതൊക്കെ ഉണ്ട്. ലീക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ ബ്രൗൺ മങ്കീസ് അല്ല കേട്ടോ, അല്ലാത്ത മങ്കി ആട്ടോ, ഒരു ബ്ലാക്ക് കളർ. നമ്മൾ അറ്റാക്ക് ചെയ്യില്ല, ഭയങ്കര ഫ്രണ്ട്ലി മങ്കീസ് ആണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇതായിരുന്നു ബോട്ടിങ് ഞങ്ങൾ ചെയ്യാൻ പോയ സ്ഥലം. ആര് വന്നിട്ടായിരുന്നു 6:30 ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആൾ പറഞ്ഞത് വലിയ ടൂറിസ്റ്റിൻ്റെ സമയമല്ല ഇതെന്നാണ്. പക്ഷേ ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോൾ വണ്ടി നിറച്ച ആളുണ്ടായിരുന്നു. പെട്ടെന്ന് എങ്ങനെ വന്നതെന്നറിയില്ല. പക്ഷേ ഇന്ത്യൻസ് ആരും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അവരാരും ഇതിനെപ്പറ്റി അവെയർ അല്ലാന്ന് തോന്നുന്നു. ബിക്കോസ് നമ്മുടെ പാക്കേജിൽ ആരും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇന്ത്യൻസ് വളരെ കുറവായിരുന്നു. എല്ലാവരും ഫോറിനേഴ്സ് ആയിരുന്നു ഞാനവിടെ കണ്ടത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇപ്പം വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതാണ് നമ്മൾ പോകുന്ന ബോട്ട്. അപ്പം 6:30 അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലീവ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ ഓർത്ത് അവൻ പേടിക്കുന്നു, പക്ഷേ അവനൊരു പേടിയില്ലായിരുന്നു. അപ്പം ഈ ബോട്ടിൽ നമ്മൾ 6:30 കയറി അവരൊരു 8:30 വരെയാണ് നമ്മൾ ബോട്ടിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈഗിൾ ഫീഡിങ് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ആ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ എൻ്റെ ഫോണും ഓഫായിപ്പോയി, പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സൺസെറ്റ് കണ്ടു, വളരെ ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പം എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പുതുമയൊന്നും അല്ലെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ കാണും കടലൊരു ബ്ലൂ കളർ. ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ആ ഒരു എക്സ്പീരിയൻസും നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സീ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്ക് ഒരു 9:30-10 മണിയായി. അപ്പം മലേഷ്യക്ക് പോകുന്നവരാണെങ്കിൽ എക്സ്ട്രാ കുറച്ച് ഒരു 600 ഒരു റിങ്കറ്റ്സ് ആയാലും വെർത്താണ് അവിടെ പോകുന്നത്. അപ്പോൾ ആരും അത് മിസ് ചെയ്യില്ല. ഇൻ കേസ് പാക്കേജ് എടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർ കമ്മീഷനൊക്കെ എടുത്ത് നമുക്ക് കുറച്ചുകൂടെ ആവും. നമ്മൾ തന്നെ ഇൻഡിവിജ്വലായിട്ട് പോയാൽ ഈ 600 റിങ്കറ്റ്സിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 2 പ്ലേസും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. പിന്നെ കാണാൻ